അയ്യോ എടുക്കുമോ? അത് ഇവര് എടുക്കണ്ട. ബോക്സുകൾ അപ്പൊ നിങ്ങളെന്നെ വളരെ ശ്രദ്ധിച്ചെടുക്കണം. അത് കാണാൻ ഇല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പത്മശ്രീ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഒരുപാട് സന്തോഷത്തോടുകൂടിയല്ല ഇവിടെ നിൽക്കുന്നത്, എന്നാലും വന്നത് ഒരുപാട് സന്തോഷത്തോടെ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോൾ മനസ്സിന് നല്ലൊരു പ്രയാസം തന്നെ തട്ടിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. പ്രയാസമല്ല, സന്തോഷം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചാത്തമംഗലത്തുള്ള, ഞാൻ ഒരുപാട് കാലമായിട്ട് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന എൻ്റെ ഗുരുനാഥൻ തന്നെ പറയാം. ചാരിറ്റി മേഖലയിൽ ഞാൻ എന്നും മനസ്സുകൊണ്ട് ഓർക്കുകയും ഇഷ്ടപ്പെടുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുധീർ ചാത്തമംഗലം. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തി വരുന്നൊരു ചാരിറ്റി സെന്റർ ഉണ്ട്. അതായത് തെരുവിലൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ എടുത്തു കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പാർപ്പിക്കുന്ന ഒരു സ്ഥലം. അതാണ് സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചാത്തമംഗലം. അപ്പോൾ അവിടെ ഇന്ന് കുറേ സാധനങ്ങളായിട്ട് വന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്നുള്ള സാധനങ്ങളൊന്നുമില്ല, നാട്ടിൽ നിന്ന് തന്നെ കുറച്ച് ആളുകളുടെ ഒക്കെ പൈസ പിരിച്ചിട്ടും സാധനങ്ങളൊക്കെ ആയിട്ട് വാങ്ങിയിട്ടാണ് ഞാനിന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവരുടെ കൂടെ കുറച്ച് നേരം ചെലവഴിക്കുക, അതോടൊപ്പം ഇവർക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടെയൊക്കെയാണ്. മെയിനായിട്ട് ഇവിടെ കുറച്ച് ഇവർക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളും വസ്ത്രങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത്. എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ട്രസ്റ്റിന്റെ ആളാണിതാ ബാക്കിൽ നിൽക്കുന്നത് സുധീരേട്ടൻ കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഗുരുനാഥെ, എൻ്റെ എന്താണ് മനസ്സുകൊണ്ട് ഞാൻ നമിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇതുപോലെ ഒരു ട്രസ്റ്റ് നടത്തുക. ഈ ആരുമില്ലാത്ത തെരുവിലൊക്കെ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകളെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നും ദൈവത്തോട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവമാണ് ഒരു അനാഥാലയം നടത്താനുള്ളത്. അതെന്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നതാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു സുധീരേട്ടനോട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പൊ എന്തായാലും ദൈവം സഹായിച്ചാൽ ഇതുപോലുള്ള ആരുമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ള കാലം എനിക്ക് കഴിയുന്നതാണ് എന്റെ വിശ്വാസം. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് സുധീരേട്ടനോട് നിൽക്കും. സുധീരേട്ട, ദൈവം നമസ്കാരം. ആഗ്രഹം നടത്തും. എന്തായാലും ഒരു ബിസിനസ് അല്ലല്ലോ ആഗ്രഹിച്ചത്, ശരിക്കും ഒരു പാവപ്പെട്ടവരെ സഹായിക്കാന്നുള്ളതാണ് ആഗ്രഹിച്ചത്. അത് 100% നടത്തും. അത് ഇന്ന ദിവസം ഞാൻ ഡേറ്റ് എഴുതി വെച്ചോളി, നിങ്ങൾ അത് നടന്നിരിക്കും. പിന്നെ അത് വലിയൊരു ആഗ്രഹമാണ്. അത് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ മരിച്ചു പോകുന്നതിന് മുമ്പേ ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയാണ് ഒരു അനാഥാലയം നടത്തുക എന്നുള്ളത്. അപ്പം എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്തൊക്കെ വിശേഷം സുധീരേട്ടാ? ഇപ്പൊ ഇവിടെ ശരിക്കും എത്ര പേരുണ്ട്? ഇവിടെ ഞങ്ങൾ മൊത്തം 40 പേരുണ്ട്. 40 പേര്, സ്ത്രീകളടക്കം? ഇത് വാടക കെട്ടിടം? ഇത് വാടക കെട്ടിടം. സ്വന്തമായിട്ട് കെട്ടിടം. അങ്ങനൊരു സ്പോൺസർ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ കുറെ പേര് വാടകയ്ക്ക് ജീവിക്കുന്നുണ്ടല്ലോ മനുഷ്യര് ഭൂമിയില്. അപ്പം നമുക്ക് ഉള്ളത് അതിയായ ആഗ്രഹം ആണോന്ന് ചോദിക്കുന്നേരം നമുക്ക് വീട് വേണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ച് വാടക വീട് എടുത്ത് ഇത്രയും കാലം ജീവിക്കുന്നത് വളരെ സന്തോഷമാണ്. ഇവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പോൾ ശരിക്കും ഇവിടെ ഇപ്പം അസുഖക്കാരും അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട്. എല്ലാ അസുഖക്കാരുണ്ട്. പിന്നെ രോഗികളാണ്, പ്രായം ചെന്ന രോഗികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ മക്കൾ ഉപേക്ഷിച്ച ആളുകളുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, ഞാനിവിടെ സുധീരേട്ടൻ എന്ന് വെച്ചാല് നമുക്കെന്നര ഒരു ഏട്ടനെ പോലെ ഏട്ടൻ എന്ന് പറയാനല്ല, ഗുരുനാഥനാണ് എൻ്റെ. കാരണം വെച്ചാല് ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം ഞാൻ കുറെ മുമ്പേ ഇവിടെ വരുന്നതാണ്. ഒരുപാട് തവണ ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ഈ ബിൽഡിംഗ് അല്ലായിരുന്നു, അന്ന് വേറെ ബിൽഡിംഗ് ആയിരുന്നു. അവിടെ ചാത്തമംഗലത്തിനുള്ള വേറൊരു വീട്ടില് ഒരു പഴയൊരു വീടായിരുന്നു. ഇതിനു മുമ്പ് ഒരു സുനിത മേഡം, വയനാട് ജില്ലാ കളക്ടർ അല്ല ജില്ലാ ജഡ്ജി മേഡം വന്നിട്ട് തറക്കല്ലോ കിട്ടാ അതങ്ങനത്തെ കിടക്കല്ലേ? കാട് മൂടി കിടക്കുന്നുണ്ട്. വേറൊരു പണിയും നടന്നില്ല. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ മോന്റെ പിറന്നാള് ഞാൻ മുമ്പ് ഇവിടെ നടത്തിയിരുന്നു. ഈ ചാത്തമംഗലം ചാരിറ്റബിൾ ട്രസ്റ്റില്
എന്റെ സത്യം പറയാം, എനിക്ക് പറയുമ്പോൾ നല്ല പ്രയാസമുണ്ട്. എന്ന് വെച്ചാല് എന്റെ മോന്റെ പിറന്നാള് ഞാൻ ഇവിടെ വെച്ച് നടത്തിയപ്പോ എന്നെ എന്നറ ഒരുപാട് പരിഹസിച്ച ആളുകളുണ്ട്. എന്നറ ഞാനതൊരു വീഡിയോ എടുത്ത് ഞാൻ ഫേസ്ബുക്കിലിട്ട സമയത്ത് എന്താ വെച്ചാല് ഒരുപാട് ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി നിരുത്സാഹപ്പെടുത്തുന്നില്ല. പറയുമ്പോൾ സത്യം പറഞ്ഞ കറിഞ്ഞുകൊണ്ടെന്നല്ലേ, നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി അല്ല ചെയ്യേണ്ടത്, ഇത് അറിയാണ്ടായി. പക്ഷെ ഞാനന്ന് ചെയ്തെന്താ വെച്ചാല് ഇവിടെ വന്നൊരു വീഡിയോ ഫേസ്ബുക്കിൽ എടുത്തിട്ടെന്ന് വെച്ചാല് ഇതുപോലെ ഞാൻ ചെയ്ത് കണ്ടിട്ട് വേറെ ആരെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, എന്നെ സമീപിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇവിടെ എത്തിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവര് വഴി ഇവിടെ എത്തില്ലോ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ട്രസ്റ്റിലോ ഇങ്ങനെയുള്ള ആളുകൾക്കോ ഒരു സഹായം എത്തില്ലോ എന്നുള്ള ഒരു ധാരണയിൽ മാത്രം. അതിന്റെ പേരിൽ ഞാൻ ഒരുപാട് കുറ്റം പറിച്ചില്ലോ, കുടുംബത്തിനാണേലും നാട്ടുകാരെ ഇടന്നാലും, നാട്ടുകാർ കുറ്റം പെടുത്തല്ല എന്നാലും പറയാം, പല ആളുകൾ എന്നെ ഒരുപാട് പരിഹസിക്കുകയും കുറ്റം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ തളർത്തിയിട്ടില്ല ഈ നിമിഷം വരെ. ഞാൻ വീണ്ടും ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ്. അപ്പോൾ ഇവര് എന്താ പറയുക, എന്റെ കയ്യിൽ നിന്നുള്ളതൊന്നല്ല, നാട്ടുകാരെ കയ്യിൽ നിന്ന് പലരോടും പറഞ്ഞപ്പോൾ അവര് സഹായിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എന്നാലും നാട്ടുകാരെ കയ്യിൽ നിന്നാണെങ്കിലും പിരിച്ചിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് എത്തിക്കാന്നുള്ളത് ഞാൻ മുമ്പും ചെയ്താണ് പല പ്രവൃത്തികളും. ഞാൻ മുമ്പ് തന്നെ പലതവണ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്തിട്ടൊക്കെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് വലുതായിട്ടൊന്നല്ല ഒക്കെ ഞാൻ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ എത്തിക്കും. ഇനി എനിക്കിതുപോലെ ഒരു ട്രസ്റ്റ് തുടങ്ങണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ്. അതിന് സുധീരേട്ടൻ ഒരുപാട് കാലമായിട്ട് എന്നോട് പറയുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ എനിക്ക് എന്റെ സാമ്പത്തിക പരാധീനകൾ എന്നെ അനുവദിച്ചില്ല. എന്നാലും ഞാൻ ഇനി അധികം വൈകാതെ ഒരു ട്രസ്റ്റ് എനിക്ക് തുടങ്ങാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇവിടെ വന്നിപ്പോൾ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒരു ട്രസ്റ്റ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു ജീവിതത്തിലേക്ക് ഒരാളെ അവസാന കാലങ്ങളിൽ അയാളെ മരണം വരെ നോക്കുകയും അവരുടെ ജീവിതത്തിൽ അവർക്ക് സ്നേഹം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ട്രസ്റ്റ്. അത് എന്തായാലും തുടങ്ങിയിരിക്കും. പിന്നെ ഇപ്പോൾ പണ്ട് കാലങ്ങളിലാണ് ഇടത്തെ കൈ ചെയ്യുന്നത് വലത്തെ കൈ അറിയരുത് എന്നുള്ള ഇത്. ഇപ്പം അങ്ങനെയല്ല, നേരെ മറിച്ച് ഒരു ചെയ്യുന്നത് എന്തും സമൂഹം അറിയണം എന്നുള്ളതാണ്. കാരണം അത് സ്പെഷ്യൽ ബ്രാഞ്ച്, പോലീസ് ഇവരൊക്കെ അറിയുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരു ആളെ ഏറ്റെടുക്കുന്ന സമയത്തും ഒരാളെ തിരിച്ചയക്കുന്ന സമയത്തും ഒക്കെ പോലീസ് റിപ്പോർട്ട് തേടിയിട്ടും അവരെടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ രഹസ്യമായിട്ട് എടുക്കാം, രഹസ്യമായിട്ട് സഹായം ചെയ്യാം. പക്ഷെ അതല്ല, അതിൽ പല സ്ഥലത്തും നെഗറ്റീവായിട്ടുള്ള പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അത് ഫേസ്ബുക്കിൽ ഇട്ടത് കൊണ്ടെന്ന് ഞാൻ പറയാണ്. അത് സമൂഹം അറിഞ്ഞിരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോൾ ചെയ്യുന്ന പ്രവർത്തികൾ നന്മയുള്ളതാണെങ്കിൽ അത് സമൂഹം അറിയുന്നതിന് ഒരു കുഴപ്പമില്ല. ഒരു ബർത്ത്ഡേ ആണെങ്കിൽ അത് നടത്തി എന്നുള്ളത് ആ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു അഭിമാനമാണ്. അതൊരു അനാഥാലയത്തിലെ ആളുകൾക്ക് കൊടുക്കുന്ന സമയത്ത് അത് ഇതിനെക്കാട്ടും വലിയ അനുഗ്രഹമാണ്. അത് സമൂഹത്തിലെ ഏറ്റവും വലിയൊരു വിഷൻ മാതിരിയാണ് അത് ചെയ്യുന്നത്. അല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു ബർത്ത്ഡേക്ക് 10,000-കണക്കിന് രൂപ കളയുന്ന സമയത്ത് ഒരു അനാഥാലയത്തിൽ ഒരു 3,000-4,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക, ഒരു കേക്ക് മുറിക്കുക. അത് ഏറ്റവും പാവപ്പെട്ടവരെ കൂടി ആകുന്ന നേരം ആ മകനും, ഇപ്പം മകനൊക്കെ കുറച്ച് പ്രായമുള്ള മകനൊക്കെ ആണെങ്കിൽ അവനൊരു ബോധ്യങ്ങൾ, ജീവിതത്തിലൊരു ബോധ്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും വേണ്ടില്ല, എത്ര ആൾ എതിർത്താലും ചെയ്യുന്ന പ്രവർത്തികൾ നല്ലതാണെങ്കിൽ ഒരു എതിർപ്പും മുന്നോട്ട് പോകില്ല, വളരെ സന്തോഷമായി പോകും. ഒരിക്കൽ കൂടി പറയാം, അനാഥാലയം തുടങ്ങുന്നതാണ്, എന്തായാലും തുടങ്ങും. അത് എന്നിൽ എല്ലാവിധ സഹായം എന്താ വേണ്ടത് വെച്ചാൽ എല്ലാ സഹായവും ഞാൻ ചെയ്യാം. അതിന് എല്ലാവിധ പ്രാർത്ഥനയുണ്ടായിരിക്കുന്നു പ്രത്യേകം ആശംസിക്കുക. ഇപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ കൂടെ വേറെ രണ്ടാളുണ്ട്. ഒരു പരിചയപ്പെടുത്താൻ വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഒന്ന് എൻ്റെ ഒരു ഗുരുനാഥൻ തന്നെയാണ്, കലാപരമായിട്ടുള്ളൊരു ഗുരുനാഥൻ. പാട്ടിലാണേലും മിമിക്രിയിലൊക്കെ ആണേലും ബിജുട്ടെ. രണ്ടാമത് നമ്മളെ സുനിയേട്ടെ, അത് നമ്മളെ ഒരു ഏട്ടനാണ്. അപ്പോൾ ഞങ്ങൾ 3 പേര് കൂടി ആയിട്ടാണ് ഇവിടെ വന്ന് ഇവരെ കൂട്ടിയെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഗാനമേള സെറ്റ് ചെയ്യുക, കുറച്ച് നേരം ഇവരെ കൂടെ എൻജോയ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തോടെ. എന്നാലും ഇവിടെ ഒരുപാട് പേരുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതാ ഇവരൊക്കെ ഇവിടെ ഉള്ള എത്ര കാലം ഇവിടെ വന്നിട്ട് ശരിക്കും എങ്ങനെ ഹാപ്പിയാണോ? ഇവിടെ ഹാപ്പിയാണല്ലേ? ആണല്ലേ, ഒരു കുടുംബം പോലെ അല്ലേ? ഓരോ വിഷമങ്ങളായിട്ടാണല്ലോ വരുന്നത്. അതെ അതെ. അപ്പം നമുക്ക് തോന്നുന്നു നമ്മളെ വിഷമം ഏറ്റവും വരും. ഇവിടെ വന്നപ്പോ എന്റെ വിഷമം ഒന്നല്ല എന്നുള്ളതല്ല. ഞാൻ മുമ്പ് വന്നപ്പോ കണ്ടില്ലേ ഞാൻ അറിഞ്ഞില്ല, എന്നോടാ മറന്നു. ഇപ്പൊ ഒരു കൊല്ലം വരെ ഇവിടെ വരാണ്ട്, ഒരു കൊല്ലം കഴിഞ്ഞു. എനിക്ക് ഒരു കൊല്ലം കഴിഞ്ഞു, 1.5 കൊല്ലത്തിനായി. അപ്പൊ ഇവരൊക്കെ എനിക്ക് അത്ര പരിചയമില്ലാത്ത ആളുകളാണ്. ഇവര് ഇല്ല, ഇവരെ
അങ്ങനെ എല്ലാരും ഹാപ്പി അല്ലേ? ഞാനിവിടെ മുമ്പൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. മുമ്പ് പലതവണ വന്നിട്ടുണ്ട്. സുധീരേട്ടന് എനിക്കൊരു ഗുരുനാഥനാണ്. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോ നിങ്ങളൊക്കെ കാണുക, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റാവുന്ന നാട്ടുകാരെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട് സഹായം എത്തിക്കുക. അത് ഞാൻ എല്ലാ കാര്യത്തിലും ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ എത്തിക്കാൻ പറ്റി സന്തോഷം. കൊയിലാണ്ടിയിലൊക്കെ ഒരു സ്ഥാപനം വരികയെന്ന് പറഞ്ഞാല് എന്തേ രമേശേട്ടാ, അത് ഇവരെ പോലെ ആളുകൾക്ക് അത് വലിയൊരു പുണ്യമായി തീരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വഴിയോർത്ത് കിടക്കുന്ന നായ്ക്കളൊക്കെ അല്ലേ, ഈ പുഴുത്ത് പുഴുവന്ന നായ്ക്കളൊക്കെ ഇവന് ഇതിന്റെ അടുത്തൊക്കെ പോയിട്ട് ഈ പിന്നെ അതിന് ഞാൻ ചോദിച്ചു എങ്ങനെയാ അതിനെ കൈകാര്യം ചെയ്യാം. അത് ഞാൻ ആദ്യം പോയി 2 ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്ത് നായ എങ്ങനെ കുറെ നേരം നോക്കി നോക്കൂ. ഞാൻ പറഞ്ഞ എന്നെ കടിക്കൂലേ, ഞാൻ ഇവനോട് ചോദിച്ചറിയാം ഇതൊക്കെ നമുക്ക് ഇതിൽ പിടുത്തില്ലല്ലോ. അപ്പോൾ മെല്ലെ അതിന്റെ പുറത്തൊക്കെ തലോടി നായ ശരിക്കും കുറെ നേരം നോക്കിക്കോലെ. ഞാൻ പറഞ്ഞു എനിക്കൊന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞു. അത് വിജയേട്ടൻ നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒഴിഞ്ഞ് കുറെ കഴിഞ്ഞാൽ നായ ആ ബിസ്ക്കറ്റൊക്കെ തിന്ന് കുറെ കഴിഞ്ഞാൽ മൂപ്പർ എന്താക്കും, മൂപ്പരെ പരിപാടി തുടങ്ങും. പുഴുവിനൊക്കെ മെല്ലെ നായന്റെ ശരീരത്തിൽ നിന്ന് പുഴുവിനൊക്കെ എടുത്ത് മാറ്റി അതിന് പിന്നെ ഡെറ്റോളൊക്കെ ഇട്ട് ക്ലീനാക്കി അതിന് മരുന്ന് വെച്ച് അതിന് 3-4 ദിവസം നായൻ്റെ ഇടയും കെട്ടിയിട്ടിട്ട് ആ 4 ദിവസവും ഇവന് പിന്നെ കറക്റ്റായിട്ട് 4 നേരം അതിന്റെ ഭക്ഷണം കറക്റ്റായിട്ട് കൊടുക്കും. 4-5 ദിവസം കൊണ്ട് നായിന്റെ മുറി ഉണങ്ങും. നായിന്റെ മെല്ലെ ഇവിടുന്ന് ഇത് കൂടാണ്ട് കൊയിലാണ്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലില് ഇവൻ ഞാൻ അറിയില്ല സംഭവം. എന്റെ മോനാണ് സത്യം, എന്റെ മരിച്ചവന്റെ അച്ഛനാണ് സത്യം, ഞാൻ അറിയില്ല. ഇവൻ രാവിലെ ഇവൻ പെയിന്റിങ്ങിന്റെ പണിക്ക് പോകുന്ന സമയത്ത് പുലച്ചൊരു 5:30-6 മണിക്ക് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകും. കയ്യിൽ നിന്നുള്ള പൈസ എടുത്തിട്ട് അവിടെ പിന്നെ മക്കൾ ഇതേപോലെ തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് കേസുകൾ ഉണ്ടാവും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാത്ത കുറെ ടീം ഉണ്ടാവും. അവരെടുത്ത് വന്നിട്ട് അവരെ ഡ്രസ്സ് മറ്റേ പിന്നെ ഈ മുറുക്കി വെച്ച ആ കെട്ടൊക്കെണ്ടല്ലോ, കെട്ടും പ്ലാസ്റ്ററൊക്കെ ഊരാനും അതിന്റെ അത് ക്ലീൻ ചെയ്യാനും ഡ്രസ് ചെയ്യാനൊക്കെ നഴ്സുമാരുടെ കൂടെയൊക്കെ വേണ്ടിയിട്ട് അവർക്കുള്ള രാവിലേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഹോട്ടലിൽ നിന്ന് ഇവന്റെ കീശയിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇവനെ കൊണ്ടു കൊടുത്ത് പനങ്ങാടൊക്കെ അടുത്ത് തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞോടി മോളെ കാര്യം? മോള് വടകരയാണ്. വടകര ഓയിൽ മില്ല്. മോളെ കൊണ്ടുപോകാനോ? അത് മോള് വന്ന് പെൻഷൻ അടിച്ച് മാറ്റിപ്പോയി അല്ലേ? പറഞ്ഞോടി. അത് 1,000 റുപ്യ ഉണ്ടായിരുന്നു. അത് കൈ കൊടുത്തു. എനിക്കൊരു 5 പൈസ തന്നില്ല. അവസാനം ആ പോട്ടെ വെച്ചാൽ ആയിക്കോട്ടെ ഇനി കൂടുതലാണ്. മോള് വന്നിട്ട് എന്തോ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് ഇവിടുന്ന് വരിക. അപ്പൊ ഞാൻ എന്റെ മനസാക്ഷി വിചാരിച്ചേ കൊണ്ടുപോയിട്ട് നോക്കട്ടെ, അച്ഛനും മോളല്ലേ, ഞാനെ വിട്ട് ഈ പെൻഷൻ അടിച്ചു മാറ്റാനാണ് ഈ മോള് കൊണ്ടുപോയതല്ലോ പിന്നെ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇപ്പം പറഞ്ഞെന്താ വെച്ചാല് വേണ്ടോട്ട് പറയും പെൻഷൻ എടുക്കാൻ പോകും. പെൻഷൻ ഞാൻ എന്താ പറയുന്നത്, ആടത്ത് കിടന്നോട്ടെ ബാങ്കിൽ നിന്ന്. ബാങ്കിൽ കിടന്ന കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയുന്ന ഒരു വേർഡുണ്ട്, ഞാൻ ചിലപ്പോ മരിച്ചു മൂപ്പര് 1500 അല്ലേ, അത് കൊണ്ടുവന്ന് അത് തീർത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അത് തീർന്നു പോയി കഴിഞ്ഞാല് മൂപ്പര് പ്രായം ചെന്ന സമയത്ത് മൂപ്പര് രോഗത്തിനും മൂപ്പരാവശ്യത്തിനും എടുക്കല്ലേ നല്ലതെന്നില്ല. ഞാൻ അല്ലേ അങ്ങനെ പറയും. മൂപ്പര് ആവശ്യമില്ലെന്ന് ചില്ലറ എടുക്കുക, ബാക്കി അടക്കെടുക്കുക. ആരുമില്ലെങ്കിലും വേണേട്ടനെ പോലുള്ള ആളുകൾക്ക് സുധീരേട്ടനെ പോലെയുള്ള ആളുകളും എന്നെ പോലുള്ള ആളുകളും ഉണ്ടാവും സമൂഹത്തിൽ. അത് ദൈവം സൃഷ്ടിക്കുന്നതാണ്. കാരണം ദൈവത്തിന് നേരിട്ട് വന്ന് ചെയ്യാൻ പറ്റാത്ത സുധീരേട്ടനെ പോലുള്ള ആളുകളോട് ചെയ്യിക്കാണ്. ഹിന്ദു വേറെ ആളുണ്ടല്ലേ? അയ്യോ, പക്ഷെ കഴിഞ്ഞ് കിടക്കാൻ അങ്ങോട്ട് വരണ്ട. സുഭദ്രാമൻ അന്ന് അമ്മമാരുടെ അടുത്തുണ്ടല്ലോ. എത്ര വർഷമായി വന്നിട്ട് സുഭദ്രാമൻ? 5 വർഷം കഴിഞ്ഞല്ലേ? 5.5 വർഷം. എവിടെ സ്ഥലം? മലപ്പുറം. സുഭദ്രാമന്റെ ഇതുപോലെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു അനാഥാലയം ഞാൻ കേരളത്തിൽ വേറെ കണ്ടിട്ടില്ല. വാഴ്ത്തപ്പെടട്ടെ നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. നിത്യവിശുദ്ധയ കന്യാമറിയമേ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. അടിപൊളിയായി കിട്ടോ. പൂന്തേനരുവി പൊന്മുടി പുഴയുടെ
അനുജത്തി നമുക്കൊരേ പ്രായം നമുക്കൊരേ മോഹം പൂന്തേ നരുവി പൊന്മുടി പുഴയുടെ അനുജത്തി അപ്പോൾ സുഹൃത്തുക്കളെ, ചാത്തമംഗലം സ്വാതന്ത്ര്യം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് ഞങ്ങൾ ഇറങ്ങിയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു. ഇവരുടെ കൂടെ നിന്ന് കുറച്ച് പാട്ടുകളൊക്കെ പാടി എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞെന്നാണ് വിശ്വാസം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇറങ്ങുന്നതോടൊപ്പം ഇവർ ഒരു ആവശ്യം പറഞ്ഞു, ഞങ്ങൾക്കൊന്ന് ബീച്ച് കണ്ടാൽ കൊള്ളാമെന്നുള്ള. ഞാൻ അങ്ങോട്ട് പറഞ്ഞാണ് നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോക്ക് കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു ദിവസം ഞാൻ നിങ്ങളെ എല്ലാവരെയും ഒരു വണ്ടി വിളിച്ച് അടുത്തുള്ള ഇപ്പോൾ എവിടെ പോകാൻ ഇഷ്ടമുള്ള സ്ഥലം എന്ന് വെച്ചാൽ പറഞ്ഞു ബീച്ചിൽ. അപ്പോൾ നമ്മളെ അടുത്തുള്ള നല്ല കാപ്പാട് ബീച്ചോ അങ്ങനെ ഏതെങ്കിലും ഒരു ബീച്ചിൽ നമ്മൾ ഒരു ദിവസം ഇവരെ വണ്ടി വിളിച്ച് ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അതിന് കൂടെയുള്ള എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ഇവർക്കും പോകണമെന്നുള്ള ആഗ്രഹം അതാണ്. അപ്പോൾ എന്തായാലും ഡിസംബർ 13 ഈ വരുന്ന ഡിസംബർ 13 മോന്റെ പിറന്നാളാണ്. പിറന്നാളോടനുബന്ധിച്ചിട്ട് ഉള്ള ഒരു ദിവസം, ഏതെങ്കിലും ഒരു ഒഴിവ് ദിവസം നമ്മൾ ഇവരെയൊക്കെ ചേർത്തിട്ട് ഒരു ബീച്ച് കൊണ്ടുപോകും, അടിച്ചു പൊളിക്കും. അപ്പൊ അങ്ങനെ ബീച്ചിൽ പോകാൻ ഇഷ്ടമല്ലേ? റെഡി അല്ലേ? അപ്പൊ എന്തായാലും എന്റെ വാക്കാണ്, ദൈവം സഹായിച്ചില്ല എന്തായാലും നിങ്ങളെ ഞാൻ ബീച്ച് കൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾ പോട്ടെ. അപ്പൊ എല്ലാവരോടും ബൈ, കാണും വരട്ടോ.